ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to God's holy name. ഇന്നത്തെ ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. For today's meditation, let us read a verse from the Bible. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. Second epistle to Corinthians, chapter 5 and verse 1. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. 2 Corinthians, chapter 5, verse 1. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to God's holy name. കഴിഞ്ഞ ആഴ്ചയിലും ദൈവം തന്റെ വിസ്താരമേറിയ ചിറയിൻ കീഴിൽ നമ്മെ ഏവരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. Even last week, our God has kept us all safely under His large wings. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ആത്മസന്തോഷത്താൽ നിറയപ്പെടുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് അവസരം നൽകി. God gave us a blessed opportunity for us all to gather in His holy presence, to worship in Him in spirit, and to rejoice Him in the spirit and be strengthened with the spirit. നമ്മുടെ കൺവെൻഷനെ കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. God blessed our convention thus far. പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പേപ്പറിൽ വായിച്ചാൽ അത് നമുക്ക് ഭയം തോന്നും. അത്രമാത്രമുള്ള വാർത്തകളായിരുന്നു. We read the paper reports which were able to generate fear in our lives. പ്രകൃതിയിന്മേൽ അധികാരമുള്ളവനായ ദൈവം പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നു. But our God, who has power over the nature, He made the nature favorable unto us. ഈ ദേശത്തിന്റെ മധ്യേ നാം അത് ദൈവത്തിന്റെ വചനം വിതച്ചു. In the midst of this land, we have sowed the word of God. നാം വിതച്ചതായ ദൈവത്തിന്റെ വചനം അത് ബലവത്തായി തീരണം. The word of God which have sowed in this land, which should be fruitful. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് വിതയ്ക്കുന്നവന്റെ ഉപമ പറയുകയുണ്ടായി. When Jesus was upon this world, He once told the parable of the sower. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. The man who sows, he went to sow. വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. The seed shows the word of God, said Jesus. നാം ഈ ദേശത്തിന്റെ മധ്യേ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വിതച്ചിരിക്കുകയാണ്. In the midst of this land, we have sown the seed which is the word of God. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന എന്റെ വചനം. In the book of Isaiah, we read like this, the word which proceedeth out from my mouth. അത് വെറുതെ എന്റെ അടുക്കലേക്കും മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന്. It shall not return unto me in vain, but it will fulfill my will and it will declare my thoughts. അത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു ഭാഗമാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. In Isaiah chapter 55 verse 10, we read the words of the Lord God. ഏതൊരു ഉദ്ദേശത്തോടുകൂടെ ഈ ദേശത്തിന്റെ മധ്യേ ദൈവത്തിന്റെ വചനം നാം വാരി വിതച്ചുവോ അതിന്റെ ഉദ്ദേശം സാധിപ്പിക്കണം എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. With which cause we have sown the word of God in this land, we should pray that cause must be fulfilled. ഈ ദേശത്ത് ദൈവത്തിന് ഉള്ളവർ ഉണ്ട്, ദൈവത്തിന് വിലപ്പെട്ട ആത്മാക്കൾ ഈ ദേശത്തുണ്ട്. അവരെ രക്ഷിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ദൈവം കൊണ്ടുവരണം. Even in this land there are precious souls which were unto God. God should save them and God should enable them to enter into the knowledge of the truth. ഈ ദിവസങ്ങളിലായി അത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for all those who attended in this meeting in these days.
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to God's holy name. സംഭവ ബഹുലമായ അനർത്ഥങ്ങൾ നിറഞ്ഞതായ ഒരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. Now we are living in the world as an eventful world which is filled with evils. ഓരോ ദിവസവും പേപ്പർ കയ്യിലെടുത്താൽ അതേ വാർത്തകൾ വായിച്ചാൽ അത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. Every day when we took the newspaper in our hands, we read the shocking news. ആപത്തുകളിൽ കൂടെ അനർത്ഥങ്ങളിൽ കൂടെ എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. Through accidents, through difficulties, many are departing from this world. നമ്മുടെ ദൈവം ജീവനുള്ള ദേശത്ത് നമ്മെ ജീവനോടെ വെച്ചിരിക്കുകയാണ്. But God has kept us alive in the land of the living. അതെ, വിശുദ്ധന്മാരെ തൃക്കൈയിൽ വെച്ച് സൂക്ഷിക്കുന്നവനായ ദൈവത്തിന്റെ പരിപാലനത്തിൽപ്പെട്ടവരായി തീരുവാൻ നമുക്ക് ലഭിച്ചതായ ഭാഗ്യം എത്ര വലിയതാകുന്നു. How blessed we are that we got the privilege to be in the hand of the God. He is keeping His saints in His right hand. ഓരോ ദിവസവും ദൈവം തന്റെ ആലോചന തന്ന് നമ്മെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. Every day God is giving us His counsel and He is leading through His counsel. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്തിരുന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. Before 30 years God has given me a blessed opportunity to be in this place and to do His glorious ministry. ഇന്ന് പകൽക്കാലം അതെ നിങ്ങളോടൊത്ത് ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് ലഭിച്ചതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Also I am praising God for He has given me this opportunity to be here and to worship Him in the spirit with you all. ദൈവശബ്ദത്തിനായി നാം നമ്മുടെ കാതുകളെ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. If we open our eyes to the voice of God, surely our God will speak to us. അക്ഷരീയ ഇസ്രായേൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ ദാസനായ മോശയിൽ കൂടെ അത് യോശുവയിൽ കൂടെ ഒക്കെ അവർക്ക് നൽകുകയുണ്ടായി. When little Israel journeyed to the wilderness, God has given them needed counsel through His servants Moses and Joshua. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്ന്. When Jesus was upon this world, He says so, my sheep will hear my voice and they will follow me. കർത്താവിന്റെ ശബ്ദം കേട്ട് അതേ കർത്താവിന്റെ ആലോചന ഗ്രഹിച്ച് കർത്താവിനെ പിൻപറ്റുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഏവരും. We are the people who are called to hear the Lord's voice and to understand His will and to follow Him through His paths. ഇന്നത്തെ ധ്യാനത്തിനായി നാം വായിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. Let us turn our Bibles to the key verse which we read for our meditation. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. 2 Corinthians chapter 5 and verse 1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഉണ്ടെന്ന് അറിയുന്നു. For we know that if our earthly house of this tabernacle were dissolved, we have a building of God and house not made with hands, eternal in the heavens. ഏകദേശം AD 57 മാസിഡോണിയയിൽ വെച്ച് ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. The Bible scholars says that at about AD 57 this epistle was written in Macedonia. അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോഥെയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. For the apostle and the brother Timothy is writing this epistle to all the saints which are in Achaia and in Corinth. അടുത്തായിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന്. Thusly he continues to say, grace be to you and peace from the God our Father. കൃപയുടെയും സമാധാനത്തിന്റെയും ആശംസയോടെ ആരംഭിച്ചിട്ട് അത് കൃപയുടെയും സമാധാനത്തിന്റെയും ആശംസയോടെ അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. He is beginning this epistle with the blessing of the grace and peace, and he is finishing this epistle with the blessing of grace and peace. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ ഓരോന്നും നാം വായിച്ചു നോക്കിയാൽ അതെല്ലാം ആരംഭിക്കുന്നത് കൃപയുടെ ആശംസയോടെയാണ്. We can find each epistle of St. Paul is starting with the blessing of the grace. കൃപയുടെ ആശംസയോടെ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. He is finishing even with the blessing of the grace. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൈവകൃപ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ് എന്ന്. I think that St. Paul is the man who has experienced the grace of God in a greater measure.
അതുകൊണ്ടാണ് താൻ ഇപ്രകാരം പറഞ്ഞത്, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി എന്ന്. So he is saying that, Lord, thy grace is sufficient for me. ദൈവത്തിന്റെ കൃപയിൽ ഏറ്റവും അധികം ആശ്രയിച്ച ഒരു ഭക്തനായിരുന്നു പൗലോസ്. He is a devout man who has depended upon the grace of God forever. ഇവിടെ നാം വായിച്ച വേദഭാഗത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, Let us again turn to the key verse. അതെ, ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം മീതെ സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് അറിയുന്നു. We have a building of God in the heavens, eternal in the heavens. മീതെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു കെട്ടിടം അഥവാ ഒരു ഭവനം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് ധൈര്യമായി അപ്പോസ്തലന്മാർ പറയുകയാണ്. The apostle says so boldly that we knew that we have a house made without hands in the heavens. സ്വർഗത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് ഉള്ളതാണ് നമുക്ക് ചിന്തിപ്പാനുള്ളത്. So now you are going to meditate what else things are reserved for us in the heaven above. ഈ ഭൂമിയിൽ നമുക്ക് പലതുമുണ്ട്. വീടുണ്ട്, വസ്തുവകകളുണ്ട്, ജോലിയുണ്ട്, വാഹനങ്ങളുണ്ട്. അത് ഇങ്ങനെ പലതും ഈ ഭൂമിയിൽ നമുക്കുണ്ട്. In this earth we have many things. We have house, we have lands, and we have vehicles and everything. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. But we have to meditate what else things we have above in the heaven. അപ്പോസ്തലന്മാർ പറയുന്നു, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകുമെന്ന്. He is saying that the earthly house of this tabernacle will dissolve. അവിടെ കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തെ വെളിപ്പെടുത്തുകയാണ്. Here the tabernacle depicts our body. അത് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോഴും ഇപ്രകാരം എഴുതി, എന്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന്. Saint Peter also says that I knew that this tabernacle is going to be destroyed. ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് അത് നാം മാറ്റപ്പെടും എന്നുള്ള സത്യം ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. This verse remembers us the truth that at any time this tabernacle, our body, will be taken out from this world. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ആയുഷിന്റെ നാളുകളിൽ നാം അത് സ്വർഗത്തിൽ സമ്പാദിക്കുന്നവരായിരിക്കണം, സ്വർഗത്തിൽ നാം കരുതി വയ്ക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. But we have to accumulate treasures in heaven in all the days which God has given us in this world. സ്വർഗത്തിൽ നമുക്ക് എന്തെങ്കിലും നാം സമ്പാദിച്ചിട്ടുണ്ടോ, കരുതിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. We have to ponder whether we have accumulated things for us in the heaven above. ആ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചുകൊള്ളണം. We have to gain the confidence in that matter in our lives. ഒന്നാമതായി അത് സ്വർഗത്തിൽ നമ്മുടെ പേര് ഉണ്ടായിരിക്കണം. Firstly, we have to be our names written in the heaven. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, Gospel according to St. Luke chapter 10 and verse 21, when we read, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തതായ ഒരു ഭാഗം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. we read the verses of Jesus to his disciples there. അത് ഇപ്രകാരമാകുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ലോ, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷിപ്പീനെന്ന്. He is saying that it is not on the ചട്ടാം ഭാഗം 10-ന്റെ 20-ാമത് വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Holy be to God's holy name. കർത്താവ് വേറെ 70 പേരെ തിരഞ്ഞെടുത്തു എന്ന് ആ 10-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. In the beginning of chapter 10 we read that Jesus selected another 70 disciples. ആ 70 പേരെ കർത്താവ് തന്റെ മുൻപിലേക്ക് വിളിച്ചു വരുത്തി. He is calling these 70 people before him. അവരെ ഈരണ്ടായിട്ട് മാറ്റി നിർത്തി. He is separating them in twos. എന്തിനു വേണ്ടിയാണ് മാറ്റി നിർത്തിയത്? For which cause he separated them? സ്വമേധാവേലയ്ക്ക് വേണ്ടിയാണ്. To send them for the gospel ministry. നമ്മള് പണ്ടൊക്കെ ധാരാളമായ സ്വമേധാവേലകൾ ചെയ്യുമായിരുന്നു. In older days we are doing many of the opening ministries. ഏതെങ്കിലും ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് അത് ദൈവമക്കൾ അവിടെ കടന്ന് വന്നിട്ട് അവരെ ഈരണ്ടായിട്ട് ദേശത്തിന്റെ മധ്യ അയക്കും. We will choose any one of our houses and we'll send the God's people in twos to the land. അത് കർത്താവ് കാണിച്ചു തന്നതായ ഒരു മാതൃകയാണ്. That is the model we received from our God.
അങ്ങനെ സ്വമേധാവേല നടത്തി നമ്മുടെ വേല വിശാലമായി അനേക ആത്മാക്കളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. Doing such open air meetings, we got our works enlarged and we were gained many souls from the land. അത് കർത്താവ് ഈ 70 പേരെ ഈരണ്ടായിട്ട് മാറ്റി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേശത്തേക്ക് പോകുക, ചെന്ന് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്നിങ്ങനെയുള്ള ആ ദൗത്യങ്ങൾ അവരെ ഏൽപ്പിച്ചു വിടുന്നതായി കാണുവാൻ കഴിയും. Jesus separated the 70 into twos and said unto them, Go ye into the land, speak ye about the kingdom, preach the gospel, heal the sick. അവർ പോയി ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് ദേശത്തോട് അറിയിച്ച് അനേക രോഗികൾ അവരുടെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നതിന് ഇടയായി തീർന്നു. They went forth and preached the gospel of the kingdom, and many sick people who came unto them were healed. അവർ സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടുകൂടെ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. With great rejoicing those 70 returned unto Jesus. അത് മടങ്ങി വന്നിട്ട് അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അത് ഞങ്ങൾ പോയി സുവിശേഷമൊക്കെ അറിയിച്ചു, അനേക രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭൂതങ്ങൾ വരെ ഞങ്ങൾക്ക് കീഴടങ്ങിയതായി ഞങ്ങൾ കണ്ടു എന്ന്. With rejoicing they reported unto Jesus, Jesus, we went into the land, we spoke about the kingdom, we healed the sick, but even the evil spirits were subduing him before us. അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Now we are seeing here the reply Jesus gave unto them. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷിപ്പീനെന്ന്. Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. സ്വർഗത്തിൽ ചില പുസ്തകങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. We can see that many books are in there in the heaven. ഇവിടെ പഞ്ചായത്തിലോ വില്ലേജിലോ ഒക്കെ അത് രജിസ്റ്ററുകൾ ഉണ്ട്, അതിലൊക്കെ നമ്മുടെ പേരുകൾ കാണും. മുനിസിപ്പാലിറ്റിയില് കോർപ്പറേഷനിലൊക്കെ നമ്മുടെ പേരുകൾ കാണും, അവിടെ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. In villages, in municipal offices, we can see some registers where our names can be found there. ഇതുപോലെ സ്വർഗത്തിൽ അത് ചില പുസ്തകങ്ങൾ ഉണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. Likewise, the scriptures remind us that there are many books over in there in the heaven. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, ഇത് രണ്ടാമത്തെ മരണം എന്ന്. When we read the verse 15 of chapter 20 of the book of Revelation, we read that, and whosoever was not found written in the book of life was cast into the lake of fire. ഒന്നാമത്തെ പുസ്തകമാണ് ജീവപുസ്തകം എന്ന് പറയുന്നത്. The first book is the book of life there. അത് സ്വർഗത്തിലെ പുസ്തകമാണ്. That is the book of heaven. അത് ദൈവമായ കർത്താവ് പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. Lord God is saying, whosoever was not found written in the book of life will be cast into the lake of fire. ഒരുവൻ ദൈവിക പാതയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് അത് ആത്മീയമായി ജീവിപ്പാൻ താല്പര്യപ്പെട്ട് വരുമ്പോൾ, അവന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതും. If any man steps into the paths of life and he is deciding to follow the God and he is deciding to obey his principles, his name is, and when he is got saved, his name is written in the book of life in heaven. ആരാണ് ഈ പേരെഴുതുന്നത്? Who is writing these names there in the book? പേരെഴുതുവാനുള്ള അധികാരം, അവകാശം അത് കർത്താവ് ആരെയും ഏൽപ്പിച്ചില്ല. God has not given the authority to write the names in the book of life to anybody. അത് പാസ്റ്റർമാരെയോ അത് സഭാ നടത്തിപ്പുകാരെയോ ഒക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, അത് വിശ്വാസികളിൽ ചിലരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ കുടുംബക്കാരുടെയോ അവർക്ക് വേണ്ടപ്പെട്ടവരുടെയോ ഒക്കെ പേരുകൾ എഴുതി വയ്ക്കുമായിരുന്നു. If he has given this authority to some pastors or the ministers of the church or to some believers, they will write their beloved's name in the book. എന്നാൽ പേരെഴുതുവാനുള്ള അവകാശം ദൈവത്തിനാണ്. യഹോവയായ ദൈവമാണ് ഈ പുസ്തകത്തിൽ പേരെഴുതുന്നത്. But only the Lord God has the authority to write the names in this book. He, the God, only writing this name in the book. 87-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം വംശങ്ങളെ എഴുതുമ്പോൾ എന്ന്. When we turn to Psalms 87 and verse 6, we read that the Lord shall count and when he write the people. വായിച്ചാട്ട ഭാഗം 87-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത് വാക്യം. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ, യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ.
When he writeth of the people, എഴുതുവാനുള്ള അവകാശം യഹോവയ്ക്കാണ്. ദൈവമായ കർത്താവാണ് എഴുതുന്നത്, അത് മനുഷ്യരാരുമല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ. the authority to write and only be visited upon the Lord. He only is writing the name. So we read here, അടുത്തായിട്ട് he writeth of the people. അവനും അവിടെ ജനിച്ചു എന്ന് ഇങ്ങനെ അത് എണ്ണും എന്ന്. The Lord shall count that this man was born there. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതുവാനുള്ള അധികാരം ദൈവമായ കർത്താവിനാണ് ഉള്ളത്. The authority to write the names over this book is only be visited upon the Lord. അത് എഴുതുവാനുള്ള അവകാശം മാത്രമല്ല, അത് മായ്ച്ചു കളയുവാനുമുള്ള അവകാശവും അതേ കർത്താവിനുണ്ട്. He is not only having the authority to write but also the authority to fade it. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ സർദി സഭയ്ക്ക് ദൈവം ആലോചന കൊടുക്കുമ്പോൾ അവിടെ അത് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിൽ, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും എന്ന്. When we come to Revelation chapter 3 and verse 5, he that overcometh, the same shall be clothed in white raiment, and he will walk with me. അതിനുശേഷമായിട്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപാടും എന്ന്. Also he is continuing to say, and I will not blot out his name out of the book of life, but I will confess his name before my Father. അത് നാം ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, യേശുവിനെ രക്ഷകനായി ഏറ്റെടുക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. When we come to God's side, when we accept Jesus as our Savior, when our sins are blotted out, washed by His blood, our names are written in the book of life in heaven. എന്നാൽ നാം ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ വഴി വിട്ടു പോകുമ്പോൾ അത് മായ്ച്ചു കളയുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. But when we depart from God, when we depart from His ways, He is having the authority to blot our names from His book. അതുകൊണ്ടാണ് സർദി സഭയോട് ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ അവന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയും എന്ന്. So he is saying unto the church of Sardis that I will not blot out his name out of the book of life, but I will confess his name before my Father. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ നമ്മുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതും. When God is filling us with the anointing of the Holy Spirit, He is writing our names in the Lamb's book of life. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27-ാമത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത യവനും അത് അശുദ്ധതയും ദോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല എന്ന്. In verse 27 of chapter 21 book of Revelation, we read that neither whosoever worketh abomination or maketh a lie, but they which are written in the Lamb's book of life. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ നമ്മുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. When God is filling us with the anointing of the Holy Spirit, our names are being written in the Lamb's book of life. നമ്മെ പുതിയ യെരൂശലേമിന് അവകാശികളാക്കി തീർക്കുകയാണ്. God is making us to inherit the new Jerusalem. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം തുടങ്ങുന്നത് അത് പുതിയ യെരൂശലേമിനെ കുറിച്ചാണ്. Chapter 21 of the book of Revelation starts with the declaration of the New Jerusalem. പുതിയ യെരൂശലേമിനെ കുറിച്ച് അവിടെ അത് വർണ്ണിച്ചിരിക്കുന്നതായി 1 മുതൽ താഴോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. From verse 1 we are reading about the reports of the New Jerusalem. അതിന്റെ ഒടുവിലായി എഴുതിയിരിക്കുന്ന വചനമാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. ആ ഭാഗം വായിച്ചാട്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. We have to ask ourselves whether our names are being written in the Lamb's book of life. കുഞ്ഞാട്ടിൻ ജീവപുസ്തകത്തിലും നാമമെഴുതിയതാശ്ചര്യമേ, കുഞ്ഞാട്ടിൻ ജീവപുസ്തകത്തിലും നാമമെഴുതിയതാശ്ചര്യമേ, എൻ പാപഭാരം നീങ്ങിപ്പോയി, ഹല്ലേലൂയ പാടിടും ഞാൻ, എൻ പാപഭാരം
നീങ്ങിപ്പോയി ഹല്ലേലൂയ പാടിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദസാനന്ദം പാടിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദസാനന്ദം പാടിടും ഞാൻ ഭാവികാലം ഓർത്തിടുമ്പോൾ ആനന്ദത്താൽ തുള്ളിടുമേ ഭാവികാലം ഓർത്തിടുമ്പോൾ ആനന്ദത്താൽ തുള്ളിടുമേ ഹല്ലേലൂയ. കുഞ്ഞാന്റെ ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവമക്കൾ ആ നിശ്ചയമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ വിളിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. ഇതൊരു പഴയ പാട്ടാ. ഇപ്പോൾ ആ പാട്ടൊന്നും കേൾക്കാനില്ലാതെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പഴയകാലത്ത് അത് ഈ പഴയ പാട്ടുകളൊക്കെ ഞാൻ 4 വയസ്സിൽ ഫെയ്ത്തോമിൽ വന്നതുകൊണ്ട് പഴയ പാട്ടുകൾ എല്ലാം ഏറ്റവും അധികം കേൾക്കുവാനും പാടുവാനും ഇടയായിട്ടുണ്ട്. I came to the faith home in my 4th year, so I have got the privilege to hear the old golden songs. എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ പിതാവ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. At my 4th year, my father was separated for God's ministry. കഴിഞ്ഞ 65 വർഷങ്ങളായി വിശ്വാസത്താൽ വിശ്വാസ ഭവനത്തിൽ ജീവിക്കുവാൻ വസിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. God has given me the privilege to dwell in the house of God for the last 65 years by faith to lead the life of faith. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശ്വാസ ജീവിതം ആരംഭിച്ചു. When I was a small lad, I began the life of faith. അന്ന് നമ്മുടെ ഫെയ്ത്ത് ഹോമുകളെല്ലാം വാടക വീടായിരുന്നു. On those days, our faith homes all are rented houses. ഓലമേഞ്ഞ ഷെഡിന് അകത്താണ് നാം ആരാധിച്ചുകൊണ്ടിരുന്നത്. We worship the thatched shed. സ്വന്തമായ ഭവനങ്ങൾ ഒരിടത്തുമില്ലായിരുന്നു. 1955 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. Now I am saying the things of 1955. On those days we have no our own homes. ദൈവത്തിന്റെ ഈ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അത് അന്ന് ഭക്ഷണം കഴിക്കുവാൻ ലഭിക്കാത്ത ഒരു കാലം. ഭക്ഷണമില്ല, പട്ടിണിയാണ്. We are starving. We have no food to eat on those days. സുവിശേഷ വേലക്കാരായ സുവിശേഷ വേലക്കാരുടെ മക്കള് ആൺകുട്ടികൾ തന്നെ അന്ന് കൊട്ടാരക്കര ഫെയ്ത്ത് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. On those days in Kottarakara faith home, we are 4 children, the children of the servants of God. എല്ലാം 4ഉം 5ഉം വയസ്സ് പ്രായമുള്ളവർ. We all are 4 or 5 years old. സുവിശേഷ വേലക്കാരുടെ പെൺമക്കൾ കുടുംബമായിട്ട് ഇറങ്ങി വന്നപ്പോൾ മക്കളുമായിട്ട് ഇനി വരികയായിരുന്നു. When the fathers and mothers stepped out into the ministry, they came with their children along with them. പെൺകുട്ടികൾ ഏകദേശം ഒരു 25 പേരോളം കൊട്ടാരക്കരയിൽ അന്നുണ്ട്. At about 25 faith girls were there in the Kottarakara faith home. അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. 8 ക്ലാസ്സേ പഠിപ്പിക്കുകയുള്ളൂ. 8ാം ക്ലാസ് ആകുമ്പോൾ പിന്നെ അവരെ പഠിത്തം നിർത്തിക്കളയും. The girls will send to the school till the 8th standard, then they have to stop their education. എന്നാൽ ആൺകുട്ടികളെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കും. But the boys will be sent to the school till 10th standard. ഉച്ചഭക്ഷണമില്ലാതെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനിടയായത്. I have the privilege to finish my schooling without the known food. കൂട്ടുകാരൊക്കെ കഴിക്കാൻ പോകും. ഞാനും അവരോടൊപ്പം നടന്നൊരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കൊല്ലത്തേക്കുള്ള റോഡ്, കൊട്ടാരക്കരയ്ക്കുള്ള റോഡ്, ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഞാൻ പതുക്കെ സ്ലോ ആയി അവിടെ നിൽക്കും. കൂട്ടുകാർ 2 വഴിക്കും തിരിഞ്ഞു പോകും. When the lunch break will be given, all my friends will go to their homes to take their lunch. I will also walk with them at the Kundara junction. The Kottarakara road will separate. I will stand there. അവർ മടങ്ങി വരുമ്പോൾ അവരോട് ചേർന്ന് നടക്കും. അവർ വിചാരിച്ചിരിക്കുന്നത് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വന്ന് നിൽക്കുകയാണെന്ന്. When the other children had their lunch from their homes and they will come back, I will also join with them. They will think that I had also had my lunch. സ്കൂളിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കാപ്പിക്കടയുണ്ട്. ആ കടയിൽ കയറിയിട്ട് അതിന്റെ ഉടമയോട് പറയും, 1 ഗ്ലാസ് പച്ചവെള്ളം വേണം കുടിക്കാനെന്ന്. When we reach the school, there is a small shop will be there. I will go to the shop and I'll ask the man, please give me a glass of water. ആ വെള്ളവും കുടിച്ചിട്ട് സ്കൂളിലേക്ക് പ്രവേശിക്കും. He will give me a glass of water. I will drink it. With that water, I will go to the school again. 4 മണിക്ക് സ്കൂൾ വിടും. ഫെയ്ത്ത് ഹോമിൽ ചെല്ലുമ്പോൾ 4:45, 5 ആകും. വളരെ ദൂരത്തിലാണ്. At the 4 o'clock, school will be left. When we walk and reach the faith home at about 4:45 or 5 o'clock.
അപ്പോൾ ചിലപ്പോൾ 2 കപ്പം നുറുക്കോ ഒരല്പം ചോറോ കിട്ടിയെങ്കിലായി. Sometimes you will get 2 pieces of tapioca or some a little rice. വിശന്ന് നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. When we are little children, we have the opportunities crying out of hunger. അന്ന് നമ്മുടെ സഭകൾ ഇത്രത്തോളം വളർന്നിട്ടില്ല. സാമ്പത്തികം നമ്മുടെ ദേശത്ത് വളരെ കുറവുള്ള കാലഘട്ടമായിരുന്നു. On those days, our churches are not such a different condition. Also, the economic state was also not better. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനപ്രകാരം അത് ബാല്യപ്രായം മുതലേ വിശ്വാസത്താൽ ജീവിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. According to the verse which says, "My just shall live by faith," God has given me to lead the life of faith from my childhood. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. Let us come to the key verse again. സ്വർഗത്തിൽ നമുക്ക് എന്തെല്ലാമുണ്ട്? നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. What all the things we have reserved in the heaven, our names are written in the heaven. അതെ. രണ്ടാമതായി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. Secondly, our commonwealth is in the heaven. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, When we read the 20th verse of chapter 3, verse the book of Philippians, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. For our conversation is in heaven, from whence also we look for the Savior, the Lord Jesus Christ. അത് ആ ഭാഗം വായിച്ചാട്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. For our conversation is in heaven, from whence also we look for the Savior, the Lord Jesus Christ. അതിന്റെ 17-ാമത് വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീനെന്ന്. In its 17th verse, St. Paul says, "Brethren, be followers together of me." അതെ. അതിന്റെ 21-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന്. In verse 21 we read, "Who shall change our vile body, that it may be fashioned unto his glorious body, according to the working whereby he is able even to subdue all things unto himself." God's holy name be glorified. അത് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, according to the working whereby he is able even to subdue all things unto himself. അഥവാ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, or the power of the Holy Ghost. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട്, കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. He can change our vile body that it may be fashioned unto his glorious body. നാം സ്വർഗീയ പൗരന്മാരാണോ? We are the heavenly people. അതെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം സ്വർഗീയ പൗരന്മാരായി മാറ്റപ്പെടുകയാണ്. By the anointing of the Holy Spirit, we all are changed as the heavenly people. അതെ. എവിടെയാണ് നാം അന്നെത്തിയിരിക്കുന്നത് എന്ന് എബ്രായ ലേഖനത്തിൽ അത് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. In the epistle of Saint Hebrews, we read that from where or to where we have reached. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 22-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, when we read the 22nd verse of chapter 12 of epistle of Hebrews, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും സിദ്ധന്മാരായവരുടെ ആത്മാക്കൾക്കും ആവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. But ye are come unto Mount Zion, and unto the city of the living God, the heavenly Jerusalem, and to an innumerable company of angels, to the general assembly, and the church of the firstborn which are written in heaven, and to God the judge of all, and to all the spirits of just men made perfect, and to Jesus the mediator of the new covenant, and to the blood of sprinkling that speaketh better things than that of Abel. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം ആദ്യജാതന്മാരായി തീരുകയാണ്. By the anointing of the Holy Spirit we are made as the firstborns. നാം സ്വർഗീയ പൗരന്മാരായി തീരുകയാണ്. We are made unto the heavenly people. അതെ. ഇന്ന് ഇന്ത്യയിൽ നാം ഉള്ളവർക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്.
Those who are born in India, they have the conversation of India. അമേരിക്കയിൽ നമ്മുടെ ആളുകൾ പോയി അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നു. Our people are going to America and they are living as the American people. ഇന്ത്യയിൽ പൗരത്വമുള്ളവരെ ഇന്ത്യൻ പൗരൻ എന്ന് വിളിക്കുന്നു. Those who have conversation in India, we are calling as Indians. അമേരിക്കയിൽ പൗരത്വമുള്ളവരെ അമേരിക്കൻ പൗരൻ എന്ന് വിളിക്കുന്നു. Those who have the citizenship in America, we are calling as Americans. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ പൗരത്വം എവിടെയാകുന്നു? അത് സ്വർഗത്തിലാകുന്നു. But according to ourselves, we who are the God's people, where is the citizenship? Our citizenship is in heaven. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. Our conversation is in heaven. We are waiting for Lord Jesus Christ to come from thence. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറച്ച് അഭിഷേകം ചെയ്ത് അത് സ്വർഗീയ പൗരന്മാരാക്കിയിരിക്കുകയാണ്. God is filling us with the anointing of the Holy Ghost and is making us the heavenly people. ഇവിടെ നാം താൽക്കാലികമായി ജീവിക്കുന്നു, പരദേശികളായി ജീവിക്കുന്നു. We are temporarily living here as strangers. അതെ, നാം സ്വർഗീയ പൗരന്മാർ, സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. We are heavenly people. We are meant to reach heaven. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അതെ, പരിശുദ്ധാത്മാവിനാൽ ഒരു മഹത്ത് ശരീരം നമുക്ക് ലഭിക്കുന്നു. By the anointing of the Holy Spirit, we are receiving a glorious body. അതെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിച്ച് അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. മഹത്വ ശരീരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. We all are not going to sleep in a twinkling of a moment. We are going to receive a glorious body. നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തുക, തേജസ്സോടെ നിർത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. The duty of the Holy Spirit is to present ourselves before the God with exceeding joy. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടി അത് പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ്, ഒരു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലുണ്ട്. Thirdly, we have a Christ who is pleading for us in the presence of the Father. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, When we read chapter 8 of the Romans, verse 34, ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. Jesus Christ that dead and that is risen again. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു എന്ന്. Who is even at the right hand of God, who also maketh intercession for us. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തു, ഒരു കർത്താവുണ്ട്. അത് പിതാവിന്റെ സന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം അണച്ചുകൊണ്ടേയിരിക്കുകയാണ്. We have a Christ who is making intercessions for us. He is pleading in the presence of the Father for our behalf. ദൈവം ഇതിനു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ അവന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. In the presence of the Father at his right hand, Christ is there to make intercession for a child of God. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉപമ ഇപ്രകാരം പറയുകയുണ്ടായി. When Jesus was in this world, he said a parable like this. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we turn into St. Luke chapter 13 and verse 6, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. a certain man had a fig tree planted in a vineyard. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. And he came and sought fruit thereon. അടുത്തായിട്ട് എഴുതിയിരിക്കുന്നു, ഫലമൊന്നും കണ്ടില്ല താനും. And Jesus continued to write and found none. അവൻ തോട്ടക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തേടി വരുന്നു, ഒരു ഫലവും അതിൽ കാണുന്നില്ല എന്ന്. Then said he unto the dresser of his vineyard, Behold, these 3 years I came seeking fruit in this fig tree and find none. തോട്ടക്കാരനോട് കർത്താവ് പറഞ്ഞു, ആ അത്തിയെ വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. To the dresser the Lord commanded, Cut it down. അത് നിലത്തെ നിഷ്ഫലമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. Why cumbereth it the ground? എത്രയോ 3 വർഷങ്ങളായിട്ട് അതിൽ ഫലം തേടി വരുന്നു, ഫലമൊന്നും കാണുന്നില്ല. For the last 3 years I came seeking fruits in it and found none. തോട്ടക്കാരൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, 1 വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം 1 വർഷം കൂടെ അത് വെട്ടിക്കളയാതെ ഇരിക്കണം, നിർത്തണമെന്ന്. But the dresser answered unto the Lord, Let it alone this year also, till I shall dig about it and dung it.
ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അതെ, പലപ്പോഴും ബലമില്ലാത്തവരായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Many a times we were also fruitless experiences in our lives. നമ്മുടെ കർത്താവ് ബലം തിരഞ്ഞു വരുമ്പോൾ നാം ബലം കായ്ക്കുന്നവരായിരിക്കണം, ബലം കൊടുക്കുന്നവരായിരിക്കണം. When our God came unto us seeking fruit in our lives, we have to be found fruitful. ദൈവത്തിന്റെ പരിശുദ്ധനാമം God's വാഴ്ത്തപ്പെടുമാറാകട്ടെ. holy name be glorified. അതെ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. We can see there a Christ who is making intercessions for our sake. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. In the presence of the Father, he is making intercession even for me and for you. നമ്മെ വെട്ടിക്കളയത്തക്ക പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുകയാണ്. There were many opportunities that we may be cut down, but in the presence of the Father, our God is there, our Christ is there to make intercessions for us. ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. I heard about a businessman. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായി ഒരു പട്ടണത്തിലേക്ക് പോയി. For his business sake, he went into a city. അവിടെ ചെന്ന് രാത്രി വൈകിയതിനാൽ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുത്ത് അദ്ദേഹം ആ മുറിയിൽ താമസിക്കുന്നതിനിടയായി തീർന്നു. When he reached there, it was late night, so he rented a room in the lodge and stayed there. അത് രാത്രിയിൽ താൻ ഉറങ്ങിയപ്പോൾ ഒരു ദർശനം കണ്ടു. When he slept in the night, he saw a vision. തന്നെ വെട്ടുവാനായി കയ്യിൽ അത് വാളുമായി ഒരു ദൂതൻ തന്റെ മുൻപിൽ നിൽക്കുന്നു. There standing an angel, a sword in his hand, to cut him. ദൂതൻ അവനെ വെട്ടുവാനായി വാളോങ്ങുമ്പോൾ ഒരു കൈ വന്നിട്ട് അത് തടയുന്നു. When the angel raised his sword to cut him, a hand appeared there and prevented it. വാള പിറകോട്ട് വലിക്കുന്നു. The angel took his sword away. വാളോങ്ങുമ്പോൾ ഒരു കൈ കൊണ്ട് ഒരു കൈ അവിടെ തടയുന്നതായി കാണുന്നു. When again he raised his sword to cut, again the hand prevented him. ആ മനുഷ്യൻ ഭയപ്പെട്ടു പോയി, അവൻ ഞെട്ടി ഉണർന്നു. The man was greatly afraid and he woke up from his sleep. അന്ന് രാത്രി ദൈവം അവനോട് സംസാരിച്ചു, മകനെ, പലപ്പോഴും നിന്നെ വെട്ടിക്കളയേണ്ടതിനായി ഞാൻ എന്റെ വാളോങ്ങി, പക്ഷേ ഒരു കൈ അത് തടഞ്ഞു. ആ കൈ എന്ന് പറയുന്നത് നിന്റെ ഭാര്യയുടെ കൈയാണെന്ന് പറഞ്ഞു. That night the Lord spoke unto him, My son, many a times I raised my sword over you to cut you down, but a hand prevented me. That hand was your wife's hand. അദ്ദേഹം ബിസിനസ് സംബന്ധമായി പുറത്തു പോകുമ്പോൾ, ദൂരം പോകുമ്പോൾ, ഈ അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രിയിൽ ഉറങ്ങാതെ ആ മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരുന്നു, ഇടിവിൽ നിന്നുകൊണ്ടേയിരുന്നു. The matter was, when this man went away to the far cities for business sake, his wife, she will not sleep. During the nights she will stand on her knees for his sake and was praying for him. ആ ദർശനം തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടാക്കി. That vision made a great change in his life. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. We have a Christ who is making intercessions for our behalf. പിതാവിൻ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുന്ന പിതാവിൻ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുന്ന മധ്യസ്ഥനെ മഹിതലം തന്നെ മാമകത്വം നിനക്ക് മധ്യസ്ഥനെ മഹിതലം തന്നെ മാമകത്വം നിനക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, Let us come to verse 25 of chapter 7 of Epistle to Hebrews. അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. There we read like this. അത് നമുക്ക് വേണ്ടി കർത്താവ് സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. Our God is making intercession for us always. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി Wherefore, that come unto God by him. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു.
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. Our God is making intercession for our sake always. എന്തിനു വേണ്ടിയാണ്? നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ. For which cause? To save us to the uttermost. അതെ, രക്ഷയെന്ന് പറയുമ്പോൾ ആ പ്രാരംഭമായി നാം പ്രാപിക്കുന്ന ഒരു അനുഭവം, അതിന് രക്ഷയെന്ന് പറയുന്നു. The salvation is not the beginning salvation. എന്നാൽ ഒടുവിലായി നാം പ്രാപിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുക എന്നുള്ള രക്ഷയാണ്. But we have to receive a final salvation, which is the redemption of our body. ഇവിടെ നാം വായിക്കുന്നു, അതേ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പിതാവിന്റെ സന്നിധിയിൽ സദാകാലം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്ന്. To save us the uttermost, he is interceding in the presence of the Father for our sake always. പ്രിയ ദൈവത്തിലെ നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. We have a Christ who is making intercessions for us always. അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നതും പിൻപറ്റുന്നതും. We are loving and following such a God. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിച്ച് തന്റെ സന്നദ്ധിയിൽ കൊണ്ട് നിർത്തും. He is able to save us uttermost, and he will make us to stand before his presence. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തു സ്വർഗത്തിലുണ്ട്. We have a Christ in heaven who is making intercessions for our sake. ആ നിശ്ചയം നാം പ്രാപിച്ചുകൊള്ളണം. We should receive that assurance. എനിക്ക് വേണ്ടി സദാകാലവും പക്ഷപാതം ചെയ്യുന്ന, അത് ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ, ഞാൻ നശിച്ചു പോകാതെ, എനിക്ക് വേണ്ടി അത് സദാകാലവും പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തു ഉണ്ടല്ലോ എന്ന്. I have a Christ in heaven who is making intercessions for me, that I should not be lost. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. നാലാമതായിട്ട് ഒരു ദൈവത്തിന് വേണ്ടി സ്വർഗത്തിൽ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. Fourthly, some special things are being kept in heaven for a child of God. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, The first epistle of St. Peter, chapter 1 and verse 4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. To an inheritance incorruptible and undefiled and that fadeth not away, reserved in heaven for you, who are kept by the power of God through faith unto salvation, ready to be revealed in the last time. ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരവകാശം സ്വർഗത്തിൽ ഒരു ദൈവത്തിന് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന്. We have an inheritance kept in heaven which is incorruptible and undefiled and that fadeth not. അതെ, ആ അവകാശം അത് എനിക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊള്ളണം. We should have the assurance in our lives that such an inheritance is kept in heaven by God for me. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അതെ, ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്തതായ അവകാശം. An inheritance incorruptible, undefiled and fadeth not away. ഈ ലോകത്തിന്റെ അവകാശങ്ങളൊക്കെ ക്ഷയിച്ചു പോകുന്നതാണ്, വാടിപ്പോകുന്നതാണ്, മലിനപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ ഒരു ദൈവത്തിന് വേണ്ടി ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അത് ആ അവകാശങ്ങൾ ഒരിക്കലും അത് നശിച്ചു പോകുകയില്ല, അത് മലിനപ്പെട്ടു പോകുകയില്ല. The inheritance of this world, we are seeing they may be corrupt and they be defiled and they may be fade away, but the inheritance kept in heaven for us child of God it is incorruptible, it is undefiled and it fadeth not away. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടുകൂടെ സഹിച്ചതായ എബ്രായ ക്രിസ്ത്യാനികളോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു. To the children of God, the Hebrew church who suffered the loss of the substance of joy. സ്വർഗത്തിൽ നിങ്ങൾക്ക് അത് ഉത്തമമായ ഒരു സമ്പത്തുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം നിങ്ങൾ സന്തോഷത്തോടുകൂടെ സഹിച്ചുവല്ലോ എന്ന്. Knowing that a better substance is kept for you in heaven, you have suffered with joy the loss of the substances here in the earth. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. The holy name of God be glorified. സ്വർഗത്തിൽ നമുക്കൊരു ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ള ആ വലിയ വിശ്വാസവും നിശ്ചയവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊള്ളണം. We should receive the assurance in our lives that we have a better substance kept in heaven for our sake. പഴയ കാലങ്ങളിൽ പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങളിൽ അതേ പെന്തക്കോസ്തിലേക്ക് പോയതിനാൽ ഭവനത്തിൽ നിന്നും ഇറക്കിവിട്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. In beginning days we have known that many were cast out from their houses for the reason they have made Pentecost.
കുടുംബത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ, സമ്പത്തുകൾ, ഓഹരികൾ കൊടുക്കാതെ അവരെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. They were not given the inheritance due unto them from their home, but were cast out from their homes. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അവർ വഴിയമ്പലത്തിൽ അത് തോർത്തു വിരിച്ചു കിടന്നുറങ്ങി, കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി, അത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. They have to be slept during nights on the shops and the roadsides, and they have to wander away in the world. അതെല്ലാം അവർ സന്തോഷത്തോടെ സഹിച്ചു എന്നാണ് എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. About the children of God in the Hebrew church, the Holy Spirit saying they suffered it all with joy. എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തിൽ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തിൽ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല. ഹല്ലേലൂയ. തന്റെ ആയുസ്സും ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സ്നേഹിക്കും. എന്റെ പ്രാണനായകനേശ്വരേ, നിന്റെ പ്രേമമേ എനിക്ക് കിടണേ. എന്റെ പ്രാണനായകനേശ്വരേ, നിന്റെ പ്രേമമേ എനിക്ക് കിടണേ. ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. The 16th Psalm is a psalm of David. അതിന്റെ തലപ്പത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതമെന്ന്. We read in the caption. അപ്പോൾ ആ സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. We can receive the importance of the psalm from the caption. ദാവീദിന്റെ ഒരു സ്വർണ്ണ സങ്കീർത്തനം. It's a golden psalm of David. അത് 16-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ When we read the 5th and 6th verses of Psalm 16, ദാവീദ് രാജാവ് ഇപ്രകാരം പാടി, എന്റെ അവകാശത്തിന്റെയും എന്റെ പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു എന്ന്. King David sang that the Lord is the portion of mine inheritance and of my cup. നീ എന്റെ ഓഹരിയെ പരിപാലിക്കുന്നു. Thou maintainest my Lord. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. The lines are fallen unto me in pleasant places. അതെ, നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചുമിരിക്കുന്നു. I have a goodly heritage. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. The lines have fallen me in the pleasant land. അതെ, നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചുമിരിക്കുന്നു. I have received a good heritage. എന്റെ അവകാശത്തിന്റെയും എന്റെ പാനപാത്രത്തിന്റെയും ഓഹരി എന്റെ കർത്താവാകുന്നു. The Lord is the portion of mine inheritance and of my cup. അവൻ എന്റെ ഓഹരിയെ പരിപാലിക്കുന്നു. He maintaineth my Lord. ദൈവത്തിന്റെ ഈ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. നമുക്ക് ദാവീദിനോട് ചേർന്ന് പറയാം, അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. Let us also join with David and say that the lines are fallen unto me in the pleasant land. നിത്യതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് മഹാപ്രതിഫലമാണ്. We have great recompense in the eternity. അതുകൊണ്ടാണ് അത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 35-ാമത് വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. So we read that, cast out thy boldness which have great recompense of reward. അത് നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത്, നമുക്ക് വെച്ചിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് അത് മഹാപ്രതിഫലമാണ്. Our inheritance is a great recompense. ഒരു ദൈവത്തിന് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മഹാപ്രതിഫലമാണ്. For a child of God, God has kept in heaven a great recompense. അതെ, സഭാപ്രസംഗിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ When we come to the book of Ecclesiastes, 3-ാം അധ്യായത്തിന്റെ 24-ാമത് വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, chapter 3 and verse 24, we read, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം, എന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്ന്. വായിച്ചാട്ട്
യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Lord's holy name be glorified. Book of Lamentation. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്ന്. My inner man says that the Lord is my portion. ആ അനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We should also have this experience in our lives. യഹോവ എന്റെ ഓഹരിയാകുന്നു. Oh, my God is my inheritance. അവൻ എനിക്ക് മഹാപ്രതിഫലം കരുതിയിട്ടുണ്ട്. He's gathered a great reward for me in heaven. അതെ, അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. The lines are fallen unto me in pleasant places. പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, Once St. Paul said so. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. For which cause I suffer all these things. അതെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I knew whom I believed. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. He is able to keep that thing which I have committed unto him against that day. 2 തീമോഥെയോസ് 1-ാമധ്യായത്തിന്റെ 12-ാമത് വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. 2 Timothy chapter 1 and verse 12 we read so. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, കഷ്ടങ്ങളൊക്കെയും ഞാൻ സഹിക്കുന്നു എന്ന്. For which cause I also suffer all these things, that I am suffering all these sufferings. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. For I know whom I have believed. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. And also I am persuaded that he is able to keep that which I have committed unto him against that day. പ്രിയ ദൈവവേദനേ, സ്വർഗത്തിൽ നിനക്ക് ഒരു ഉത്തമ സമ്പത്ത് ദൈവം കരുതിയിട്ടുണ്ട്. Dear child of God, God has kept a good sustenance in heaven for you. അത് ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. He is preserving it in heaven for our sake. ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നത് പോലെ, സൂക്ഷിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി അതേ അവകാശങ്ങൾ വെച്ചിരിക്കുകയാണ്. As a father gathers inheritance for his children, our heavenly Father is gathering our inheritance for our sake in heaven. അതെ, ആ അവകാശം നമുക്ക് അവിടെ ചെന്ന് പ്രാപിക്കണം. We should go there and should receive that inheritance. അത് മഹാപ്രതിഫലമാണ്. It is a great reward. അത് നമ്മുടെ ഓഹരിയാണ്. It is our inheritance. ദൈവമേ, എന്റെ ഓഹരിയെ നീ പരിപാലിച്ചു കൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. God, thou should maintain my inheritance. We should pray unto our God. എന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകരുത്, എന്റെ കിരീടം മറ്റൊരുവനായി തീർന്നു പോകരുത് എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. I should not lose my inheritance, O God. My crown should not be taken by another one. We should pray our God unto like this. അതെ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ, അവകാശങ്ങൾ. We have many great rewards and many recompenses in heaven kept by God for our sake. ഒടുവിലായി അതെ, സ്വർഗത്തിൽ നമുക്കൊരു കെട്ടിടം അതെ നമ്മുടെ കർത്താവ് പണിതുകൊണ്ടേയിരിക്കും. Lastly, our God is building a building for us in heaven. അതാണ് പ്രാരംഭത്തിൽ നാം വായിച്ചത്. കൂടാരമായ എന്റെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിൽ എനിക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു. That which what we read in the beginning, for we know that if our earthly house and this tabernacle were dissolved, we have a building of God and house not made with hands, eternal in heavens. ഈ ഭൂമിയിൽ നമുക്കൊരുത്തർക്കും അവരവരുടേതായ നിലയിൽ ഭവനങ്ങളുണ്ട്. In this earth, according to each one of stage, we have all homes. ഈ കൺവെൻഷൻ, ഈ സഭായോഗം കഴിഞ്ഞതിന് ശേഷമായിട്ട് നാം എല്ലാം നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകും. When this convention is over, after this Sunday service, we will all return to our homes. നാം കർത്താവിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങൾക്കും ഭവനമുണ്ട്. അത് വിശ്വാസ ഭവനമെന്നാണ് അതിന്റെ. We who are servants of God, we are also having houses. The house is known as the house of God. ആയതുപോലെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ നാളുകൾ അവസാനിക്കുമ്പോൾ അത് നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ദാനമായ കെട്ടിടത്തിൽ, ആ ഭവനത്തിൽ നാം ചെന്നുചേരണം. Likewise, when our days on this earth will come to an end, we will go to the eternal home prepared in heaven for our sake by our God. നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശ, The blessed hope which is given by God in our hearts. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപായി പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന്. Before going up from this world, Jesus said that I am going to prepare a place for you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. When I go there, I will return unto thee to gather unto thee to a place where I am.
സുവിശേഷത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. We have a great hope received through the gospel. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യ സഭയെ അറിയിച്ചത്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇളകിപ്പോകരുത് എന്ന്. So to the church of Colossia, St. Paul says that you should not move from the hope that is in the gospel. പരിശുദ്ധാത്മാവിനാലും നമുക്കൊരു പ്രത്യാശ ലഭിച്ചിട്ടുണ്ട്. By the Holy Ghost also we have given a hope. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന്. So we read that we who have received the first fruits of the first fruit of the Spirit, we are groaning in our body to receive the redemption of our body. അതിനുശേഷമായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി, ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. After that the Holy Spirit is writing, by this hope we are God saved. അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അത് ഭാഗ്യകരമായ പ്രത്യാശ, The blessed hope which we have received. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവവേദന ലഭിച്ചിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ചാണ് റോമർക്കെതിരെ 8-ാം അധ്യായത്തിന്റെ 23-ാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. In Romans chapter 8 verse 23 we read about the blessed hope which a child of God has received through the anointing of the Holy Spirit. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യകരമായ അതേ പ്രത്യാശ അതാണ്. The great blessed hope we have received. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നാം പ്രാപിക്കും. We have to receive the redemption of our body. നമ്മുടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, When our Lord appears in glory, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, when the Lord shall descend from the heavens with the shout of the archangel and the trumpet of the God, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. those who did in Christ shall rise first. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ തേജസ്സിൽ ചേർക്കപ്പെടും. Then we are living in the body, we will also rise up together with them in clouds to meet the Lord. ഈ പ്രത്യാശ ലഭിച്ച അതേ കഴിഞ്ഞകാല വിശുദ്ധന്മാർ അത് ഏറ്റവും നല്ല പുനരുദ്ധാനത്തിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭീത്യമേറ്റവരാണ്. Our old saints who have received this hope, they refused to be saved, but they suffered all the sufferings for the sake of the gospel. അവർ പരിഹാസം ഏറ്റു, They were moved. ചമ്മട്ടി, ചങ്ങല, തടവ്, കല്ലേറ്, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു എന്നിങ്ങനെ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ In the കഴിയും. epistle of Hebrews, we read of the sufferings they have gone through. They were sword and they were prisoned and they have to suffer all kinds of sufferings. അപ്പോസ്തലിക പിതാക്കന്മാർ, അത് ആത്മീയ പിതാക്കന്മാർ, അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത് വളരെ പീഡനങ്ങൾ സഹിച്ചവരാണ്. Our apostolic fathers, our spiritual fathers, for the sake of the gospel, they have went through the terrible difficulties. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's holy name be glorified. അതെ, മറ്റു ചിലർ ഏറ്റവും നല്ല പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭീത്യമേറ്റു. Others refuse to be saved because they have to receive the better resurrection. അതെ, അവർ ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു എന്ന് നാം വായിക്കുന്നു. They suffered difficulties and sufferings and all the other types of persecutions. അവർ മലകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഗുഹകളിലും ഒക്കെ അത് താമസിച്ചു എന്ന് നാം കാണുന്നു. In mountains, in caves, in the cleft of the rocks, they have to be lived. അടുത്തായിട്ട് എഴുതിയിരിക്കുന്ന ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. This world was not worthy of them. അതെ, ഒരു ദൈവത്തിന് ഈ ലോകം യോഗ്യമല്ല. For a child of God, this world is not worthy to be lived. പ്രിയ ദൈവത്തിലെ നിന്റെ പ്രത്യാശ എങ്ങനെ ഇരിക്കുന്നു? Dear child of God, how is your hope? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. We have to hold fast the confidence of the hope till the last time. ഘട്ടങ്ങളും പരീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ അത് നിത്യതയിൽ ദൈവം എനിക്കായി അതിശ്രേഷ്ഠമായത് ഒരുക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. When we face difficulties and suffering in this world, we have to meditate that in eternity a great recompense, a great reward is preparing for me by my God. അവിടെ എഴുതിയിരിക്കുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. There we lead, the world is not worthy unto them. ഒരു ദൈവവേദന ഈ ലോകം യോഗ്യമല്ല. For a child of God, this world is not worthy to live. ഈ ലോകം നമ്മോട് അത് എതിർത്തുകൊണ്ടേയിരിക്കും. This world will always oppose with us. ഈ ലോകം നമ്മോട് പോരാടിക്കൊണ്ടേയിരിക്കും. This world always will strive with us. കർത്താവ് ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു. But Jesus overcame the world, the flesh and the devil.
നാമും ജയിച്ച് ജയാളികളായി കർത്താവിനോട് കൂടെ ഇരുത്തപ്പെടേണ്ടവരാണ്. We also should overcome and should be seated with our God. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ എന്ന്. So in the epistle of Hebrews, the Spirit's written so, this hope is the anchor of our spirit. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതുമാകുന്നു. That is sure and steadfast and is passing beyond the veils. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് Let us all close our eyes. ഇന്ന് പകൽക്കാലം നാം ധ്യാനിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം.